നമസ്കാരം. ശരിക്കും തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലിന് എന്താണ് സംഭവിച്ചത്? എന്താണെന്നറിയാതെ ഇരുട്ട് തിളപ്പുന്ന അന്തം വിട്ടിരിക്കുന്ന ബി ജെ പിക്കാരോടാണ് ചോദ്യം. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റുകൾ പലത് ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അതിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി നിർണയം നടക്കുന്ന സമയത്ത് തന്നെ പലരും പറഞ്ഞിരുന്നു പത്മജ മത്സരിച്ചാൽ എതിർ സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യത വർദ്ധിക്കുമെന്ന്. അതിന്റെ കാരണം രാമായണത്തിൽ ബാലിക്ക് വരം കിട്ടിയതുപോലെ പത്മജയ്ക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ടത്രേ. ആ വരം കാരണം പത്മജ ആർക്കെതിരെ മത്സരിക്കുന്നോ അവർക്ക് പത്മജയുടെ പാർട്ടിയുടെ കുറേ വോട്ട് ലഭിക്കുമെന്ന്. അത് കുറച്ചൊന്നുമല്ല, കുറേയേറെ വോട്ട്. അതിന് പല ഉദാഹരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആദ്യം പത്മജ കോൺഗ്രസിലായിരുന്നപ്പോൾ ആദ്യമായി മത്സരിച്ചത് ലോനപ്പൻ തമ്പാടിനെതിരെയാണ്. അന്ന് കോൺഗ്രസിന്റെ കുറേ വോട്ടുകൾ ലോനപ്പൻ തമ്പാടിന് കിട്ടി. പിന്നെ പത്മജ സുനിൽകുമാറിനെതിരെ മത്സരിച്ചപ്പോൾ കോൺഗ്രസിന്റെ കുറേ വോട്ട് സുനിൽകുമാറിന് കിട്ടി. അതിനുശേഷം പത്മജ മത്സരിച്ചത് സുരേഷ് ഗോപിക്കെതിരെയാണ്. അത്തവണയും കോൺഗ്രസിന്റെ കുറേ വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടി. ഇത്തവണ കോൺഗ്രസിനെതിരെ ബി ജെ പിയിൽ നിന്നുകൊണ്ട് രാജൻ പുല്ലനെതിരെ മത്സരിച്ചപ്പോൾ, അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജൻ പുല്ലനെതിരെ മത്സരിച്ചപ്പോൾ ആ വരം കാരണം ബി ജെ പിക്കാരുടെ കുറേ വോട്ട് രാജൻ പുല്ലന് കിട്ടി. ഇതാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ബി ജെ പിക്കാർ ഇരുട്ടിൽ തപ്പുന്നത്. എങ്ങനെ എന്ത് സംഭവിച്ചു എന്നറിയാൻ NSSന്റെയും സുരേഷ് ഗോപിയുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടായിട്ടും സാക്ഷാൽ നരേന്ദ്രമോദി നേരിട്ട് വന്ന് പത്മജയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ചിട്ട് പാർട്ടി വോട്ട് പോലും പത്മജയ്ക്ക് കിട്ടാതെ പോയതിന്റെ യഥാർത്ഥ കാരണങ്ങൾ ഇപ്പോൾ മനസ്സിലായോ ബി ജെ പിക്കാരെ? നിങ്ങൾ കാരണം തിരക്കി പാഴൂർ പണിക്കലൊന്നും പോകണ്ട. വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളിൽ വെച്ചതല്ലേ, അനുഭവിച്ചു. ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. കരുണാകരന്റെ മകളായതുകൊണ്ട് മാത്രം അർഹതയുണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ച് വാങ്ങി എടുക്കുന്ന സ്ഥാനാർത്ഥിത്വങ്ങൾ, അത് കോൺഗ്രസിലായാലും ബി ജെ പിയിലായാലും, തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഈ മഗതി പുറത്തിറങ്ങും. അതിനു മുൻപെങ്ങും ഒരാവശ്യത്തിനോ പുറത്തിറങ്ങിയോ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനോ അറിയുകയുമില്ല, അതിന് മെനക്കെടാറുമില്ല. എപ്പോഴും നാവിൽ നിന്ന് വരുന്നത് തൃശ്ശൂർക്കാർ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രം. അവർ തൃശ്ശൂർക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്നോ എന്ത് ചെയ്യുമെന്നോ പറഞ്ഞതായി എങ്ങും കേൾക്കുന്നില്ല. തെരഞ്ഞെടുപ്പാകുമ്പോൾ മാത്രം പുറത്തേക്ക് വരുന്ന ഒരു പ്രത്യേക ഇനമാണ്. അല്ലാത്ത സമയങ്ങളിൽ ആയമ്മ വർക്ക് ഫ്രം ഹോമാണ്. അങ്ങനെയൊന്നും പ്രവർത്തിച്ചാൽ ജനങ്ങൾ കൂടെ നിൽക്കില്ല. ആയമ്മേ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം, അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം, അവർക്ക് വേണ്ടി സംസാരിക്കണം, അവർക്ക് വേണ്ടി നിലകൊള്ളണം, അവർക്ക് വേണ്ടി നിലപാടെടുക്കണം. എന്നാൽ മാത്രമേ എവിടെയും വിജയിക്കൂ. ജനകീയ അടിത്തറയാണ് രാജൻ പല്ലനെ വിജയിപ്പിച്ചത്. തമ്പുരാട്ടി ചമഞ്ഞ് അന്തപ്പുരത്തിരുന്നാൽ ആരും വോട്ട് വീട്ടിൽ കൊണ്ടു കൊടുക്കില്ല, തരില്ല. നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും വീട് വീടാന്തരം കയറി ഇറങ്ങുകയും ചെയ്തിട്ടുള്ള ഒരു കോൺഗ്രസ് അനുഭാവി പങ്കുവച്ചതാണ് ഈ കുറിപ്പ്. പത്മജ വേണുഗോപാൽ ജനങ്ങളുമായി ഇടപഴകി സാധാരണക്കാരിയായി കോൺഗ്രസിൽ തന്നെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ജയിക്കാമായിരുന്നു. ഇനി ഒരു പക്ഷേ ബി ജെ പി എന്തെങ്കിലും സ്ഥാനം സമ്മാനിക്കും. ബി ജെ പിക്കാരോട് ഒരു കാര്യം പറയാം, ഇവരെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ഒരു പഞ്ചായത്തില് മെമ്പറാക്കാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനം വർക്ക് ഫ്രം ഹോമാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥി കുപ്പായം ഇട്ട അച്ഛന്റെ പേര് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നതാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം അവരെ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രവർത്തിക്കാനായി വർക്ക് ഫ്രം ഹോം കൊടുത്തു വിടുക.
ഇവരെ കൊണ്ടൊരു ഗുണവും കോൺഗ്രസിനുണ്ടായിട്ടില്ല, നിങ്ങൾക്കും ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സമരത്തിന്റെ മുന്നിൽ ഇവരെ കണ്ടിട്ടുണ്ടോ? എത്രയോ ചെറുപ്പക്കാർ അടിയും ഇടിയും തൊഴിയും കൊണ്ട്, പോലീസിന്റെ മർദ്ദനവും കൊണ്ട് തെരുവുകളിൽ കിടന്ന് മല്ലിട്ട് ഇപ്പോൾ അതിൻ്റെ എല്ലാം ഭാരം പേറി നടക്കുന്നുണ്ടെന്നറിയാമോ? അവിടെയൊന്നും നിങ്ങളെ കണ്ടില്ല. നിങ്ങൾ അന്നും അന്തപ്പുറത്തായിരുന്നു. പോട്ടെ, നിങ്ങൾ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സമരത്തിൽ, അതായത് BJP-ക്കാർ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സമരത്തിൽ ഇവർ പങ്കെടുത്തതായി നിങ്ങൾക്കറിയുമോ? അവരുടെ വീട്ടിലെ വളർത്തു നായയ്ക്ക് വോട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ നായക്കുട്ടി പോലും അവർക്ക് വോട്ട് ചെയ്യില്ലെന്നാണ് പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്രയും വലിയൊരു കോംപ്ലിമെന്റ് വേറെ ആർക്ക് കിട്ടും?